ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മലയാളം POC ബൈബിളിൽ സങ്കീർത്തന പുസ്തകങ്ങളുടെ ആമുഖത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സന്തോഷം, സന്താപം, കൃതജ്ഞത, വിജയം, ശത്രുഭയം, ആധ്യാത്മിക വിരസത, ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ കാണാം. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധം, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ആധ്യാത്മിക വിരസതയിലും എല്ലാം അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിലെ പ്രലോഭനത്തിൻ്റെ സമയത്ത് പ്രലോഭനത്തെ അതിജീവിച്ചത് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. കുരിശിൽ കിടക്കുമ്പോഴും സങ്കീർത്തനങ്ങളാണ് ഈശോ ആലപിച്ചത്. നമ്മുടെ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഏത് സാഹചര്യങ്ങളെയും സന്തോഷത്തിൻ്റെതാകാം, ദുഃഖത്തിൻ്റെതാകാം, അല്ലെങ്കിൽ ആധ്യാത്മിക വിരസതയുടേതാകാം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുകയും പാടി സ്തുതിക്കുകയും ചെയ്യാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 33-ാമത്തെ വചനം ഇപ്രകാരം പറയും: അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടി പുകഴ്ത്തട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ നാമം അറിയാം, ദൈവത്തെ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ പാടി പുകഴ്ത്താം. അങ്ങനെ സങ്കീർത്തനങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. 1-ാമത്തെ സങ്കീർത്തനം 2 മാർഗങ്ങളെ കുറിച്ചാണ് അത് പറയുക. 1 നീതിമാന്റെ മാർഗം, 2 ദുഷ്ടൻ്റെ മാർഗം. നീതിമാന്റെ മാർഗം അതെല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ്റെ മാർഗം അത് പതിര് പോലെയാണ്, അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കുകയില്ല. 1-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം ഇപ്രകാരമാണ്: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. നാം നീതിമാന്മാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ പ്രവൃത്തികളും അത് ഫലം പുറപ്പെടുവിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേ ഇരിക്കും. ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവന്, നീതിമാന് ഭയപ്പെടേണ്ടി വരികയില്ല, അവൻ ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല. കാരണം അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവനാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നീർച്ചാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നീർച്ചാലിനെ കുറിച്ചാണ് പറയുക. അനുദിനം വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരു നദി പോലെ ഒഴുകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എസെക്കിയേൽ 47-ന്റെ 12-ാമത്തെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും: നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നീതിമാൻ എല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സങ്കീർത്തകൻ പറയുന്ന 2 മാർഗത്തിൽ നമുക്കൊരു മാർഗം മതി. അത് നീതിയുടെ മാർഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.